ചീര കണ്ട ഇത് സാമ്പാർ ചീര അഥവാ പ്രഷർ ചീര എന്നറിയപ്പെടുന്നത്. ചിലർ കൊഴുപ്പ് ചീര എന്നൊക്കെ പറയും. ഇത് പരിപ്പിലിട്ട് വെച്ചാൽ നല്ല രസമാണ്. അപ്പോൾ ഈ ചീര നമുക്ക് പരിപ്പിലിട്ടിട്ട് കറി വെക്കാം. ഈ ചീര നല്ല വൃത്തിയായി കഴുകിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് പരിപ്പ് ബട്ടർ പരിപ്പാണ് ഇട്ട് എടുക്കേണ്ടത്. ബട്ടർ പരിപ്പ് കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് ചീര നല്ല വൃത്തിയായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതേപോലെ അരിഞ്ഞെടുക്കണം. ഇനി നാളികേരത്തിൽ ചെറിയ ഉള്ളി ചേർത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കുക. ഈ ചട്ടിയിൽ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കുക. കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് വറുത്തെടുക്കണം. എന്നിട്ട് നമ്മൾ ചീരയാണ് കേട്ടോ ആദ്യം ഇടുന്നത്. ചീരനെ ആണ് ആദ്യം നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം പരിപ്പ് വേവിച്ചത് ചേർക്കുന്നത്. ചീര നല്ലപോലെ ഒന്ന് വാടി വരണം. അപ്പം നല്ല ചീര നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ടാണ് നല്ലപോലെ ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തേങ്ങ അരച്ചത്, നമ്മുടെ തേങ്ങ ഉള്ളി കൂട്ടി അരച്ചത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചത് ചേർത്ത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം പരിപ്പും ചേർത്ത് പരിപ്പ് വേവിച്ച് കുക്കറിൽ നന്നായിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ പരിപ്പ് കൂടിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ പരിപ്പ് വേവിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബട്ടർ പരിപ്പ് തന്നെ വേണം കേട്ടോ, അതാണ് ടേസ്റ്റ്. സാമ്പാർ പരിപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ചീരയ്ക്ക് ബട്ടർ പരിപ്പാണ് യോജിക്കുന്നത്. അപ്പോൾ പരിപ്പും ചീരയും കറി റെഡിയായി. അപ്പോൾ നമ്മുടെ ഈ പരിപ്പും ചീരയും കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു.